അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബികലിമാത്തില്ലാഹി തമ്മഹ മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മഹ വമിൻ കുല്ലി ഐനിൻ ലമ്മഹ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ ഖുർആനിലെ 267 പേജാണ് ഇന്ന് റൈഹാൻ ഖുർആൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാഹു തആല നമ്മുടെ ഈ ക്ലാസ് സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യട്ടെ. നമ്മൾ ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മുഫസ്സിരീങ്ങൾ, പണ്ഡിതന്മാർ, ഈ ക്ലാസ് കേൾക്കുന്നവർ, പിന്നീട് റെഫർ ചെയ്യുന്നവർ, ഇതിനുവേണ്ടി അധ്വാനിക്കുന്നവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി ആ പേജിൻ്റെ പാരായണമാണ്, 267 പേജിൻ്റെ പാരായണമാണ് നിർവഹിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന ജഅലുൽ ഖുർആന ഇളീൻ ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈന അമ്മാ കാനൂ യഅമലൂൻ ഫസ്ദഅ ബിമാ തുഅ്മറു വഅരിദ് അനിൽ മുശ്രികീൻ إنا كفيناك المستهزئين الذين يجعلون مع الله إلها آخر فسوف يعلمون ولقد نعلم أنك يضيق صدرك بما يقولون فسبح بحمد ربك وكن من الساجدين واعبد ربك حتى يأتيك اليقين. بسم الله الرحمن الرحيم. أتى أمر الله فلا تستعجلوه سبحانه وتعالى عما يشركون. ينزل الملائكة بالروح من أمره على من يشاء من عباده أن أنذروا أنه لا إله إلا أنا فاتقون خلق السماوات والأرض بالحق تعالى عما يشركون خلق الإنسان من نطفة فإذا هو خصيم مبين والأنعام خلقها لكم فيها دفء ومنافع ومنها تأكلون ولكم فيها جمال حين تريحون وحين تسرحون. صدق الله العلي العظيم. പരിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 91 മുതൽ 99 വരെയുള്ള 9 ആയത്തുകളും 16-ാം അധ്യായം സൂറത്തുൽ നഹ്ലിലെ 1 മുതൽ 6 വരെയുള്ള ആയത്തുകളുമാണ് നമ്മൾ ഓതി വെച്ചത്. അതായത് സൂറത്തുൽ ഹിജ്ർ ഇന്ന് നമ്മൾ അവസാനിപ്പിക്കാൻ പോകുകയാണ്. പുതിയൊരു സൂറ തുടങ്ങുകയാണ്. മാഷാ അല്ലാഹ്. ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ പേജിൽ അവസാനമായി നമ്മൾ പറഞ്ഞിരുന്നത് മുൻകഴിഞ്ഞ സമുദായങ്ങളുടെയും മക്ക മുശ്രിക്കുകളുടെയും ചില നിലപാടുകളെക്കുറിച്ചുള്ള താരതമ്യമായിരുന്നു. അതായത് മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങൾക്ക് അല്ലാഹു തആല പ്രവാചകന്മാർ മുഖേന അവൻ്റെ വഹി, സന്ദേശം, കിതാബുകൾ നൽകിയപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കുകയും അല്ലാത്തത് നിഷേധിക്കുകയും മാറ്റിമറിക്കുകയും ചെയ്തു. മക്ക മുശ്രിക്കുകൾ ഖുർആൻ കേട്ടപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തത്. മുമ്പുണ്ടായിരുന്ന വേദക്കാരായ ആളുകൾ ചെയ്തതുപോലെ തന്നെയാണ് മക്ക മുശ്രിക്കുകളും ചെയ്തത്. അതായത് ചിലത് അംഗീകരിച്ചു, ചിലത് തള്ളിക്കളഞ്ഞു. കഅബയെ കേന്ദ്രമായി അംഗീകരിക്കുക, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പിൻപറ്റുന്നതായി പ്രഖ്യാപിക്കുക, ഈ കാര്യങ്ങളിലൊന്നും അവർക്ക് എതിർപ്പുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ബഹുദൈവാരാധന നിഷേധിക്കുക പോലെയുള്ള ചില കാര്യങ്ങളിൽ കടുത്ത എതിർപ്പാണ് അവർ കാണിച്ചത്. അങ്ങനെ പരിശുദ്ധ ഖുർആനിൻ്റെ വിധികളിൽ അവർ ചിലത് അംഗീകരിച്ചു, ചിലത് അംഗീകരിച്ചില്ല. ഏതുപോലെ വേദവിധികളിൽ ചിലത് അംഗീകരിക്കുകയും ചിലത് നിഷേധിക്കുകയും ചെയ്തിരുന്ന മുമ്പുണ്ടായിരുന്ന സമൂഹങ്ങളെപ്പോലെ, വേദക്കാരെ പോലെ തന്നെ ഇവരും അങ്ങനെ ചെയ്തു. ആ നടപടി അല്ലാഹു തആല ആക്ഷേപിക്കുകയാണ്. കഴിഞ്ഞ പേജിലെ 90-ാം ആയത്തിലും ഈ പേജിലെ 91-ാം ആയത്തിലും ആ നടപടിയെ അല്ലാഹു തആല ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. നോക്കാം ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലദീന ജഅലുൽ ഖുർആന ഇളീൻ. തങ്ങളുടെ സ്വന്തം വേദഗ്രന്ഥം കഷ്ണം കഷ്ണമാക്കിയെടുത്തവരായ. ഈ ആയത്തിൻ്റെ കണക്ഷൻ മുമ്പുള്ള 90-ാമത്തെ ആയത്തിനോടാണ്. എന്താണ് 90-ാമത്തെ ആയത്ത്? കമാ അൻസൽനാ അലൽ മുഖ്തസിമീൻ അല്ലദീന ജഅലുൽ ഖുർആന ഇളീൻ. കമാ അൻസൽന, അതായത് പകുത്തെടുത്ത ആളുകൾക്ക് സ്വന്തം അവതരിപ്പിച്ചു കൊടുത്തതുപോലെയാണ് ഖുർആനിൻ്റെ പരിണതിയും.
സ്വന്തം വേദം പകുത്തെടുത്ത ആളുകൾക്ക് അവർ ചെയ്തതുപോലെ തന്നെയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളുടെ ചെയ്തികളും. എന്ന് പറഞ്ഞാൽ ഇക്കൂട്ടർക്ക് ഖുർആൻ അവതരിപ്പിച്ചപ്പോഴുള്ള അനുഭവവും മുൻ വേദക്കാരുടേത് പോലെ തന്നെയാണ്. കുറച്ച് സ്വീകരിച്ചു, ചിലത് പകുത്തെടുത്തു, മറ്റേത് അവർ തള്ളിക്കളഞ്ഞു. അതായത് അവർക്ക് നൽകിയ വേദത്തെ കഷ്ണങ്ങളാക്കി ചിലത് സ്വീകരിക്കാനും ചിലത് തള്ളാനും, പകുത്തെടുത്ത് ചിലത് സ്വീകരിക്കാനും ചിലത് തള്ളാനും അവർ സന്നദ്ധരായി. അങ്ങനെയാണ് അവർ ചെയ്തത്. അതേപോലെയാണ് ഖുർആൻ്റെ ആളുകളും ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ കമാ അൻസൽനാ അലൽ മുഖ്തസിമീൻ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ അർത്ഥം കൃത്യമായി പറഞ്ഞിരുന്നു. പരിശുദ്ധ ഖുർആൻ്റെ പരിണതിയും വേദം പകുത്തെടുത്തവർക്ക് നൽകിയതുപോലെ തന്നെയാണ്. എന്താണ് അവർ ചെയ്തത്? അല്ലദീന ജഅലുൽ ഖുർആന ഇളീൻ, അവർക്ക് നൽകിയ വേദം, അവിടെ ഖുർആൻ എന്ന് പറഞ്ഞാൽ അവരുടെ വേദഗ്രന്ഥം, ഇളീന കഷ്ണം കഷ്ണമാക്കി എടുത്തവരായ ആളുകളുടേതുപോലെയുള്ള പരിണതി തന്നെയാണ് പരിശുദ്ധ ഖുർആൻ്റെ അനുയായികളായ മക്കാ മുശ്രിക്കുകളും അവർ ചെയ്യുന്നത്. ഖുർആനിനെ അവർ പകുത്തെടുക്കുന്നു. ചിലത്, അതായത് വേദം പകുത്തെടുക്കുകയും ഓഹരി വെക്കുകയും ചെയ്ത് തള്ളിയത്, ചിലത് സ്വീകരിച്ചത് ശരിക്കും ജൂത ക്രൈസ്തവരാണ്. അവരാണ് വേദക്കാരെന്ന് പറയുന്നത്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ ഒരു ഹദീസിൽ അങ്ങനെയുണ്ട്. അതായത് അവർ ആ ചെയ്തതുപോലെ തന്നെയാണ് ഖുർആനിൻ്റെ അഭിസംബോധിതരായ മുശ്രിക്കുകളുടെയും രീതി, മക്കാ മുശ്രിക്കുകളുടെയും രീതി. സിഹർ, പദ്യം, ജ്യോത്സ്യം, പൂർവികരുടെ കെട്ടുകഥകൾ, ഇങ്ങനെ പരിശുദ്ധ ഖുർആനെ ഓഹരി വെച്ച് പലതും തള്ളുകയാണ് അവർ ചെയ്തത്. ഇനി നമുക്ക് 92ഉം 93ഉം ആയത്തിലേക്ക് കടക്കാം. ആ നിഷേധികളായ മക്കാ മുശ്രിക്കുകൾ ചെയ്തു കൂട്ടുന്ന പ്രവൃത്തികളെക്കുറിച്ചെല്ലാം നമ്മൾ അവരെ ചോദ്യം ചെയ്യാതെ വിടില്ല. എന്ന് പറഞ്ഞാൽ അവർ പരലോകത്ത് വിചാരണയ്ക്ക് വിധേയരാകും. അതാണ് ഇനി അല്ലാഹു തആല പറയുന്നത്. 92ഉം 93ഉം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫവറബ്ബിക ലനസ്അലന്നഹും അജ്മഈൻ അമ്മാ കാനൂ യഅമലൂൻ. ഫവറബ്ബിക, താങ്കളുടെ രക്ഷിതാവിനെ തന്നെ സത്യം, ലനസ്അലന്നഹും, നാം അവരോട് ചോദിക്കുക തന്നെ ചെയ്യും, അജ്മഈൻ എല്ലാവരോടും. ഇതിനെക്കുറിച്ച് അമ്മാ കാനൂ യഅമലൂൻ, അവർ ചെയ്തുകൊണ്ടിരുന്നതിനെ പറ്റി. ഇനി 94 മുതൽ 96 വരെയുള്ള ആയത്തുകൾ നോക്കാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പറയണം, നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ മക്കാ മുശ്രിക്കുകൾ എന്ത് നിലപാട് സ്വീകരിച്ചാലും ശരി, അള്ളാഹു നൽകുന്ന സന്ദേശങ്ങൾ താങ്കൾ പരസ്യമായി പ്രഖ്യാപനം ചെയ്യണം. അവർ കളിയാക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് താങ്കൾ എന്താക്കണ്ട, അത് പ്രകോപനം ചെയ്യാതിരിക്കണ്ട. ശത്രുക്കളെ നിങ്ങൾ പേടിക്കേണ്ട. അവരുടെ എതിർപ്പുകളെ താങ്കൾ അവഗണിച്ചേക്കൂ, അവരുടെ പരിഹാസങ്ങൾ അവഗണിച്ചേക്കൂ. ആ എതിർപ്പുകളിൽ നിന്നും പരിഹാസങ്ങളിൽ നിന്നും താങ്കൾക്കുണ്ടാകുന്ന ഉപദ്രവങ്ങളൊന്നും താങ്കൾ പേടിക്കേണ്ട. അതൊക്കെ അല്ലാഹു തആല തടുത്തുകൊള്ളും. പരിഹാസകന്മാരിൽ നിന്നെല്ലാം താങ്കളെ നാം സംരക്ഷിക്കും, അതെല്ലാം അല്ലാഹു തടുക്കും. ഇതൊക്കെ പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശ്വസിപ്പിക്കുകയാണ്. അവസാനം ആ പരിഹാസകർ അവരുടെ പരിഹാസത്തിൻ്റെ ഫലം അറിയും എന്നൊരു താക്കീതും അല്ലാഹു തആല നൽകുന്നുണ്ട്. നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ദഅ ബിമാ തുഅ്മറു വഅരിദ് അനിൽ മുശ്രികീൻ ഇന്നാ കഫൈനാകൽ മുസ്തഹ്സിഈൻ الذين يجعلون مع الله إلها آخر فسوف يعلمون. ഫസ്ദ, അതുകൊണ്ട് നബിയെ താങ്കൾ ഉറക്കെ പ്രഖ്യാപിക്കണം, പരസ്യമായി പ്രഖ്യാപിക്കണം. എന്ത്? ബിമാ തുഅ്മറു, താങ്കളോട് കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾ, എന്നാൽ ആ വഹയി കിട്ടിയത് പിന്നെ പ്രബോധനം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കണം. വഅരിദ്, അങ്ങ് അവഗണിക്കുകയും വേണം, അനിൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളെ, അവരെ എതിർപ്പുകളെ, അവരെ പരിഹാസത്തെ അവഗണിക്കുക. ഇന്നാ കഫൈനാക്കൽ മുസ്തഹ്സിഈൻ, ഇന്നാ തീർച്ചയായും നാം, കഫൈനാക്ക താങ്കളെ സംരക്ഷിക്കുക തന്നെ ചെയ്തിരിക്കുന്നു, അൽ മുസ്തഹ്സിഈന പരിഹാസകന്മാരിൽ നിന്ന്. അങ്ങനെ അതിൻ്റെ ആശയം, പരിഹാസകന്മാരെ താങ്കൾക്ക് നാം മതിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിഹാസകന്മാരിൽ നിന്നുണ്ടാകുന്ന ശല്യങ്ങളൊക്കെ നാം താങ്കൾക്ക് തടുക്കും, അതായത് താങ്കളിൽ നിന്ന് നമ്മൾ രക്ഷിക്കും എന്നർത്ഥം. വലിയ ആശ്വാസത്തിൻ്റെ വാക്കാണത്. മാഷാ അല്ലാഹ്, എല്ലാം അല്ലാഹു തആല ഏറ്റെടുക്കുകയാണ്. എന്താണ് ആ മുസ്തഹ്സിഈങ്ങൾ ചെയ്യുന്നത്? അല്ലദീന യജ്അലൂന മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവിനോടൊപ്പം വേറെ ഇലാഹിനെ സ്ഥാപിക്കുന്ന ആളുകളാണ് അവർ. അവരുടെ ആ പരിഹാസങ്ങളിൽ നിന്ന് നാം താങ്കളെ സംരക്ഷിക്കും. ഫസൗഫ യഅലമൂൻ, പിന്നീട് അവർ അറിയുകയും ചെയ്യും. അതായത് അവരുടെ പരിഹാസത്തിൻ്റെ പരിണിതി എന്തായിരിക്കുമെന്ന് അവരറിയുകയും ചെയ്യും. ഇവിടെ ആദ്യഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രഹസ്യമായിട്ടായിരുന്നു ദഅവത്ത് നടത്തിയിരുന്നത്, പ്രബോധനം നടത്തിയിരുന്നത്. സത്യവിശ്വാസികളായ സ്വഹാബികൾ നിസ്കാരം പോലും രഹസ്യമായിട്ടായിരുന്നു നിർവഹിച്ചിരുന്നത് എന്നാണ്. എന്നാൽ ഈ ആയത്ത് അവതരിച്ചതോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യ പ്രബോധനം ആരംഭിക്കുകയാണ്. അതോടൊപ്പം പിന്നെ പറയണോ, ശത്രുക്കളുടെ എതിർപ്പും ദ്രോഹവും കൂടുകയും ചെയ്തു. എന്തെല്ലാം കുൽസിത ശ്രമങ്ങളാണ്, പ്രവർത്തനങ്ങളാണ്, ഗൂഢതന്ത്രങ്ങളാണ് അവർ മെനഞ്ഞത് നടത്തിയത്. പലവട്ടം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വരെ ശ്രമം നടന്നു. പക്ഷേ അവയിൽ നിന്നൊക്കെ അല്ലാഹു തആല ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാത്തുരക്ഷിക്കുകയാണ് ചെയ്തത്.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഖുർആനെയും സ്ഥിരമായി പരിഹസിച്ചുകൊണ്ടിരുന്ന പല ആളുകളും മുശ്രിക്കുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പലരുടെയും പേരുകൾ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരിഹാസകന്മാർ എന്ന് മുസ്തഹസീൻ എന്നിവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ പരിഹാസകന്മാരുടെ നേതാക്കളായിരുന്ന അല്ലെങ്കിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന 5 വൻതൂക്കുകളാണ് എന്ന് ചില മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരൊക്കെയാണത്? വലീദ് ബിൻ മുഗീറ, ആസ് ബിൻ വാഇൽ, അദി ബിൻ ഖൈസ്, അസ്വദ് ബിൻ അബ്ദി യഗൂസ്, അസ്വദ് ബിൻ അബ്ദുൽ മുത്തലിബ്. ഇവരാണ് അത്ര ഇതിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നത്. ഈ പറയപ്പെട്ട ആളുകളുടെ എല്ലാം അന്ത്യം, മരണം അസാധാരണമായ ചില കാരണങ്ങളെ തുടർന്നാണ് ഉണ്ടായത് എന്ന്, അതായത് ദുർമരണങ്ങളാണ് നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. റസൂലുള്ളാഹിനെ കളിയാക്കിയതിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിണിത ഫലം. അതായത് ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾ. അതിൽ ചില ആൾ മരിച്ചത് നടന്നു പോകുമ്പോൾ ഒരു അമ്പിൻ്റെ മുന കാലിൽ കൊണ്ടു, വേറൊരാളെ കാലിൽ ചെറിയ മുള്ളു കുത്തി, വേറൊരാളുടെ മൂക്കിലൂടെ ചലം വന്നു, വേറൊരാളുടെ കണ്ണിൽ കരട് വീണ് കാഴ്ച പോയി, അതേപോലെ മറ്റൊരാൾ മലം ഛർദ്ദിച്ചു. ഇങ്ങനെ അസാധാരണമായ ഓരോ കാരണങ്ങളാണ് ഇവരുടെ മരണത്തിന് ഹേതുവായത് എന്ന് ചില റിപ്പോർട്ടുകളിൽ ഉണ്ട്. ആട്ടെ, 97-ാമത്തെ ആയത്തിലേക്ക് കിടക്കും. പരിഹാസകന്മാരുടെ ശല്യം നബിയെ ഞാൻ തീർത്തു തരും എന്ന് പറഞ്ഞ ശേഷം മറ്റൊരു സമാധാന സന്ദേശം കൂടി നൽകുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല. അതായത് അവരുടെ ശല്യവും നിഷേധവും കാരണം അങ്ങേക്ക് വലിയ മനപ്രയാസമുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങ് അതിനെപ്പറ്റി പരിഭവിക്കേണ്ട, സങ്കടപ്പെടേണ്ട. കാരണം സ്വന്തക്കാരും ബന്ധുക്കാരുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവഹേളിക്കുന്നത്, കുറ്റപ്പെടുത്തുന്നത്, ചീത്ത പറയുന്നത്, ആക്രമിക്കുന്നത്. എന്താണ് കാരണം? ഈ ചീത്തക്കും അക്രമത്തിനും കാരണം എന്താ? അവരുടെ ക്ഷേമത്തിനും ഐഹിക പാരത്രിക മോക്ഷത്തിനും കാരണമായ സത്യത്തിൻ്റെ വഴി കാണിച്ചു കൊടുത്തു എന്നത് മാത്രം. അപ്പം ഈ ഒരു കാരണം കൊണ്ട് ഇത്രയും എതിർപ്പ് സ്വന്തക്കാരെ ഭാഗത്ത് നിന്ന് നേരിടുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മനുഷ്യന് വിഷമം ഉണ്ടാവില്ലേ, മനപ്രയാസം ഉണ്ടാവില്ലേ? അപ്പോൾ അല്ലാഹു തആല പറയാം, നബിയെ സാരല്ല, ഞാനത് അറിയുന്നുണ്ട്, താങ്കൾ വിഷമിക്കേണ്ട, എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ചുകൊള്ളൂ, അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലി അങ്ങ് ജീവിച്ചുകൊള്ളൂ, തസ്ബീഹും സുജൂദും ദിക്റുകളുമായി അള്ളാഹുവിൻ്റെ അനുസ്മരണയിൽ അള്ളാഹുവിൻ്റെ ദിക്റിൽ അങ്ങനെ ജീവിച്ചുകൊള്ളൂ, എല്ലാം അല്ലാഹു തആല ശുഭകരമായി പര്യവസാനിപ്പിച്ചു തരും, പരിശുദ്ധീൻ അല്ലാഹു തആല പൂർത്തിയാക്കി തരും, മരണം വരെയും അള്ളാഹുവിൻ്റെ ആരാധന നിലനിർത്തണമെന്ന്. ഇതൊക്കെയാണ് പറയുന്നത്. നോക്കാം, 97 മുതൽ 99 വരെയുള്ള ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് നഅലമു അന്നക യളീഖു സദ്റുക ബിമാ യഖൂലൂൻ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. വലഖദ് നഅലമു, തീർച്ചയായും നമ്മൾ അറിയുന്നുണ്ട്, അന്നക, തീർച്ചയായും അങ്ങ്, യളീഖു സദ്റുക, അങ്ങേക്ക് മനപ്രയാസം ഉണ്ടാകുന്നുണ്ട് എന്ന്, അങ്ങയുടെ മനസ്സ് ഇടുങ്ങുന്നുണ്ട് എന്ന്. യളീഖു സദ്റുക എന്ന് പറഞ്ഞാൽ മനസ്സ് ഇടുങ്ങുക എന്ന് പറഞ്ഞാൽ അങ്ങേക്ക് മനപ്രയാസം ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്കറിയാം. ബിമാ യഖൂലൂന, അവർ പറയുന്നത് കാരണം, അവരുടെ കുപ്രചരണങ്ങളും പരിഹാസങ്ങളും അധിക്ഷേപങ്ങളും കാരണം നബി അങ്ങ് സങ്കടപ്പെടേണ്ട. ഫസബ്ബിഹ്, അങ്ങ് തസ്ബീഹ് ചൊല്ലിക്കോളൂ, ബിഹംദി റബ്ബിക്, താങ്കളുടെ നാഥന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവൻ്റെ മഹത്വം വാഴ്ത്തിക്കൊള്ളൂ. വകുൻ, താങ്കൾ ആകുകയും ചെയ്തുകൊള്ളൂ, മിനസ് സാജിദീൻ, സുജൂദ് ചെയ്യുന്ന ആളുകൾ, നമസ്കരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തുകൊള്ളൂ. മാത്രമല്ല വഅബ്ദു റബ്ബക്, അങ്ങയുടെ റബ്ബിനെ അങ്ങ് ആരാധിക്കുകയും ചെയ്തുകൊള്ളൂ. ഹത്താ യഅതിയകൽ യഖീൻ, അങ്ങേക്ക് മരണം വരുന്നതുവരെ. അതങ്ങനെ മരണം വരുന്നതുവരെ അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിൻ്റെ സ്മരണയിലായി തസ്ബീഹ് ചൊല്ലി ഹംദ് ചൊല്ലി അങ്ങനെ ജീവിച്ചോളൂ, ബാക്കിയൊക്കെ ഞാൻ ഏറ്റെടുത്ത് കൊള്ളാം. അവർ പറയുന്ന കേട്ട് സങ്കടപ്പെടേണ്ട. അപ്പോൾ ഏതു പ്രതിസന്ധിയിലും ഏതു ബുദ്ധിമുട്ടുള്ള സമയത്തും കൈവിടാതെ മുറുകെ പിടിക്കാൻ അള്ളാഹു തആല നിർദ്ദേശിക്കുന്നത് ഇതാണ്. എന്ത്? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക്, അള്ളാഹുവിൻ്റെ മഹത്വം വാഴ്ത്തി സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുക, നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുക, നാനാതരം ആരാധനകൾ മുഴുകുക. മരണം വരെ ഈ മാർഗമാണ് അങ്ങ് പിന്തുടരേണ്ടത്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. അൽ യഖീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അറബിയിലെ അർത്ഥം, വാക്കർത്ഥം ഉറപ്പ്, ദൃഢത, ഉറച്ച വിശ്വാസം എന്നൊക്കെയാണ്. ഇവിടെ ഉദ്ദേശം മരണം എന്നാണ്. കാരണം മരണം എല്ലാവർക്കും ഉറപ്പാണല്ലോ, ജാതി ഭേദമില്ലാതെ ഒരു സംശയവുമില്ലാത്ത ഉറപ്പുള്ള കാര്യമാണ് മരണം. എല്ലാവരും മരിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. അതുകൊണ്ടാണ് യഖീൻ, ഉറപ്പുള്ള കാര്യം എന്ന് മരണത്തെക്കുറിച്ച് പറയുന്നത്. പൊതുവെ എല്ലാ മുഫസ്സിറുകളും അഭിപ്രായപ്പെട്ടതും ഇത് തന്നെയാണ്. വിശുദ്ധ ഖുർആനിൽ 74-ാം അധ്യായം 47 ഇതേ പ്രയോഗമുണ്ട്. സൂറത്തുൽ മുദ്ദസിർ 47, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹത്താ അതാനൽ യഖീൻ, മരണം എന്നാണ് അവിടെ അർത്ഥം. പ്രബലമായ ഹദീസിലും ഇതേ വാക്ക് മരണം എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് യഖീൻ വന്നു കഴിഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് നന്മ ആശിക്കുന്നു. അവിടെ യഖീൻ വന്നു എന്ന് പറഞ്ഞാൽ മരണം വന്നു എന്നർത്ഥം. അപ്പോൾ ഉറപ്പുള്ള കാര്യമായതുകൊണ്ടാണ് മരണത്തിന് യഖീൻ എന്ന് പ്രയോഗിക്കുന്നത്. നിസ്കാരം പോലെയുള്ള ആരാധനകൾ മനുഷ്യന് ബുദ്ധി നിലനിൽക്കുന്ന കാലത്തോളം നിർബന്ധമാണെന്നും ഒരിക്കലും അത് ഒഴിവാക്കാൻ പാടില്ല എന്നുകൂടി ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം,
വഅബ്ദു റബ്ബക ഹത്താ യഅതിയക്കൽ യഖീൻ എന്ന യഖീൻ എന്ന പദത്തെ ചില ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. അവരെന്താ പറയുന്നത്? യഖീൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ജ്ഞാനം, മാരിഫത്ത് എന്നാണ് അവർ ദുർവ്യാഖ്യാനം ചെയ്യുക. അതായത് അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായൊരു അറിവ് കിട്ടുന്നത് വരെ, അള്ളാഹുവിനെ കുറിച്ച് ഉറപ്പ് കിട്ടുന്നത് വരെ അള്ളാഹുവിനെ ആരാധിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ശരിക്കും അറിഞ്ഞു കഴിഞ്ഞ് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിസ്കാരം പോലെയുള്ള ആരാധനകളൊന്നും വേണ്ടതില്ല. ഇത് തികച്ചും തെറ്റാണ്. മഹാന്മാരായ പ്രവാചകന്മാരും അവരുടെ അനുയായികളും ഒക്കെ അള്ളാഹുവിനെ സംബന്ധിച്ച് ശരിക്കും അറിഞ്ഞ ആളുകളാണ്, മനസ്സിലാക്കിയ ആളുകളാണ്. അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, മഹത്വങ്ങൾ ഇതൊക്കെ നന്നായി അറിഞ്ഞ ആളുകളാണ് അവർ. എന്നിട്ട് അവരെന്താ അറിഞ്ഞപ്പോൾ നിർത്തിയൊക്കെ ഇല്ലല്ലോ. മരണം വരെ അവർ ഇബാദത്തുകളും സൽക്കർമ്മങ്ങളും നിരന്തരം ചെയ്തുകൊണ്ടിരുന്നു. മനസ്സിലാണ്ടോ? അപ്പം അള്ളാഹുവിനെ ശരിക്കും മനസ്സിലായി അറിഞ്ഞു എന്ന് വെച്ച് അതൊന്നും നിർത്തിവെക്കുകയല്ല അവർ ചെയ്തത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ആ ആളുകളുടെ ദുർവ്യാഖ്യാനം തീർത്തും തെറ്റാണ് എന്ന് മനസ്സിലാക്കണം. മരിക്കുന്നത് വരെ ഇത്തരം ആരാധനാകർമ്മങ്ങളൊക്കെ മനുഷ്യൻ നിർബന്ധമായും കൊണ്ടുകൊടുക്കുകയും ചെയ്യണം. ഈ സൂറ ഇവിടെ അവസാനിക്കുകയാണ്, സൂറത്തുൽ ഹിജ്ർ. മാഷാ അല്ലാഹ്. ഇനി നമ്മൾ സൂറത്തുൻ നഹലിലേക്ക് കടക്കുകയാണ്. അള്ളാഹു തആലാന്റെ വലിയ തൗഫീഖാണ് അവരുടെ സൂറത്തുകൾ പഠിച്ചു പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീഖ് തരാൻ. അൽഹംദുലില്ലാഹ് വശുക്റുലക അല്ലാഹ്. ബാക്കിയുള്ള സൂറകളും റാഹത്തായി പഠിച്ചു പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. 16-ാമത്തെ അധ്യായം സൂറത്തുൻ നഹൽ, ആയത്ത് 1 മുതൽ 6 വരെയാണ് നമുക്ക് ഈ പേജിൽ പഠിക്കാനുള്ളത്. സൂറത്തുൻ നഹൽ എന്നാണ് ഇതിൻ്റെ പേര്. നഹൽ എന്ന് പറഞ്ഞാൽ തേനീച്ച എന്നർത്ഥം, അല്ലേ? ബുദ്ധിമാനായ സമർത്ഥനായ മനുഷ്യന് പോലും ഒരുപാട് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ മതിയായ സാധുവായൊരു ജീവിയാണ് തേനീച്ച. ആ തേനീച്ചയെക്കുറിച്ചും അതുണ്ടാക്കുന്ന തേനിനെക്കുറിച്ചും ഈ സൂറത്തിലെ 68, 69 ആയത്തുകളിൽ പരാമർശമുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൻ നഹൽ എന്ന് പേര് വന്നത്. തേനീച്ചകളെയും തേനിനെയും കുറിച്ചുള്ള പരാമർശങ്ങളും പഠനങ്ങളും റിസർച്ചുകളൊക്കെ എന്നും ശാസ്ത്രലോകം വളരെ കൗതുകത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഈ സൂറത്തിന് മറ്റൊരു പേരാണ് സൂറത്തുൻ നിഅം, നിഅമത്തുകളുടെ അധ്യായം, അനുഗ്രഹങ്ങളുടെ അധ്യായം എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് അല്ലാഹു തആല ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ സൂറയിൽ പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. സൂറ മക്കിയയാണ്. അവസാനത്തെ 3 ആയത്തുകൾ മദനി വിഭാഗത്തിൽ പെടുന്നതുമാണ്. ആ 3 വാക്യങ്ങൾ ഉഹദ് യുദ്ധം കഴിഞ്ഞ ഉടനെയാണ് അവതരിച്ചത്. ഈ സൂറയിലുള്ളത് ആകെ 128 ആയത്തുകളാണ്. 2840 പദങ്ങളും 7707 അക്ഷരങ്ങളും ഉണ്ട്. നൂൻ, മീം, റ ഈ ഒരു 3-4 അക്ഷരത്തിലാണ് ആയത്തുകൾ അവസാനിക്കുന്നത്. മക്കിയ സൂറയാണ് എന്നതുകൊണ്ട് തന്നെ വിശ്വാസ സംബന്ധമായ വിഷയങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും പറയുന്നത്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഏകദൈവ വിശ്വാസം, വഹി, റിസാലത്ത്, ഖിയാമത്ത് നാൾ, പുനരുദ്ധാനം, ഇങ്ങനെ ഉള്ള അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പരാമർശിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ വിധി ഇതാ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് ആരംഭിക്കുന്നത്. അതായത് അള്ളാഹുവിനെ മറന്ന് ധിക്കരിച്ച് തോന്നിയ പോലെ ജീവിക്കുന്നത് ഏറെക്കാലം നീണ്ടു നിൽക്കില്ല എന്നും കടുത്ത ശിക്ഷ അത്തരം ആളുകളെ പിടികൂടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നു മക്ക മുശ്രിക്കുകളോട്. അവരെന്താ ചെയ്യുക? അവരത് നിഷേധിക്കുകയും പരിഹസിക്കുകയും ചെയ്യും. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സൂറ അവതരിക്കുന്നത്. ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് പോലെ സൂറത്തുൽ ഖമറിലെ 1-ാമത്തെ ആയത്ത് ഇറങ്ങിയപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്തറബത്തിസ് സാഅത്തു വൻഷഖൽ ഖമർ, അന്ത്യദിനം ഇതാ അടുത്തെത്തിയിരിക്കുന്നു, ചന്ദ്രൻ പിളർന്നിരിക്കുന്നു എന്ന് ആയത്തിറങ്ങിയപ്പോൾ നിഷേധികളായ ആളുകൾ പരസ്പരം പറഞ്ഞു, അത്രേ അവസാന നാൾ അടുത്തു എന്നല്ലേ മുഹമ്മദ് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇനി നമ്മൾ ചെയ്യുന്നതൊക്കെ നിർത്തിവെച്ചിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. അങ്ങനെ അവർ ചെയ്യുന്ന തമ്മാടിത്തരങ്ങൾ നിർത്തിവെച്ചിട്ട് എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കിക്കുക, പരിഹസിക്കുകയാണ് അവർ. കുറേ കഴിഞ്ഞിട്ടും ഒന്നും ഉണ്ടാകാതിരുന്നപ്പോൾ അവർ പറഞ്ഞു, അല്ല മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ പറഞ്ഞൊന്നും കാണുന്നില്ലല്ലോ എന്ന് കളിയാക്കി. അപ്പോഴാണ് സൂറത്തുൽ അംബിയായിലെ 1-ാമത്തെ ആയത്ത് ഇറങ്ങുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, ജനങ്ങളുടെ വിചാരണ ഇതാ അടുത്തെത്തിയിരിക്കുന്നു, പക്ഷെ അവർ അശ്രദ്ധയിലാണ്. ഈ ആയത്ത് അവതരിച്ചത്. അപ്പോൾ ഈ ആയത്ത് കേട്ടപ്പോൾ സത്യനിഷേധികളായ മുശ്രിക്കുകൾ ഒന്നുകൂടെ പേടിച്ചുപോയി, അവരാകെ ഭയപ്പെട്ടു പോയി. അപ്പോൾ അവരെന്തായി, കാര്യങ്ങളൊക്കെ നിർത്തിവെച്ച് ഒന്നും കൂടി വെയിറ്റ് ചെയ്തു, എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കി. പക്ഷെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ വീണ്ടും അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കളിയാക്കി. നീ ഭീഷണിപ്പെടുത്തുന്ന അന്ത്യനാളൊന്നും ഞങ്ങൾ കാണുന്നില്ലല്ലോ, അതൊക്കെ എപ്പോഴാണ് വരിക, വെറുതെ അങ്ങനെ പറയണോ? ഈ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന സൂറത്തുൻ നഹൽ അവതരിച്ചത്. എന്താ അള്ളാഹു തആല അത് പറയുന്നത്? തുടക്കത്തിൽ തന്നെ അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലു, അള്ളാഹുവിൻ്റെ ശിക്ഷ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു, നിങ്ങളതിന് ധൃതി കൂട്ടണ്ട. ഈ സൂറയിൽ പരാമർശിക്കുന്ന മറ്റു ചില വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ ഏകത്വം, അവൻ്റെ മഹത്വം വളരെ പ്രാധാന്യത്തോടെ വിവരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ
ആ മഹത്വം വിവരിക്കുന്നതിൻ്റെ ഭാഗമായി റബ്ബിൻ്റെ സൃഷ്ടി വൈഭവം, ആകാശങ്ങൾ പടച്ചത്, അതിലെ വ്യത്യസ്ത പ്രതിഭാസങ്ങൾ, ഭൂമി, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, സമതലങ്ങൾ, താഴ്വരകൾ, വൃക്ഷ സസ്യലതാദികൾ, സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾ, സെലസ്റ്റിയൽ ബോഡീസ് തുടങ്ങിയവയെക്കുറിച്ച് മനുഷ്യൻ്റെ ചിന്തയെ തട്ടിയുണർത്തുന്ന രീതിയിലുള്ള പ്രതിപാദന ശൈലി ഈ സൂറയിലുണ്ട്. വഹി നിഷേധിക്കുന്ന, പരിഹസിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധിക്കരിക്കുന്ന, അത് ശീലമാക്കിയിരുന്ന മുശ്രിക്കുകൾക്ക് ശക്തമായ താക്കീതുകൾ ഈ സൂറയിലുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്വവും അള്ളാഹു നൽകിയ അനേകം അനുഗ്രഹങ്ങളും മറന്ന് ധിക്കാരികളായി കഴിയുന്ന ആളുകളുടെ ദയനീയമായ വേദനാജനകമായ അന്ത്യം എങ്ങനെയുണ്ടാകും എന്നും വിവരിക്കുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് യുക്തിയോടെ നല്ല ഉപദേശങ്ങളിലൂടെ ആളുകളെ ക്ഷണിച്ച് ദഅവത്ത് നടത്താൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് സൂറത്ത് അവസാനിക്കുന്നത്. ഇത്രയുമാണ് ആമുഖമായി പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തിലേക്ക് കടക്കാം. ആയത്ത് 1 മുതൽ പഠിച്ചു തുടങ്ങാം. ഒന്നാമത്തെ ആയത്ത് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സൂറത്തുൽ ഖമറിൻ്റെ ആരംഭത്തിൽ ഇഖ്തറബത്തി സ്സാഅത്തു വൻഷഖൽ ഖമർ എന്ന ആയത്ത് ഇറങ്ങിയപ്പോൾ, അതേപോലെ സൂറത്തുൽ അംബിയാഇൻ്റെ ആരംഭത്തിൽ ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യന്മാർക്ക് വിചാരണ അടുത്തെത്തിയിരിക്കുന്നു എന്നൊക്കെ അവതരിച്ചപ്പോൾ സത്യനിഷേധത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താക്കീത് നൽകി. ഇതൊക്കെ ചെയ്തപ്പോൾ മുശ്രിക്കുകൾ പിന്നെ ചോദിക്കാൻ തുടങ്ങി, ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ എന്താ ഇതൊന്നും സംഭവിക്കാത്തത്? എവിടെ ശിക്ഷ? എവിടെ ഖിയാമത്ത് നാൾ? എവിടെ വിചാരണ? അവർ പരിഹസിക്കുകയാണ്, അവർ ധൃതി കൂട്ടുകയാണ്. അതിന് മറുപടി പറയുകയാണ് അല്ലാഹു തആല, അതാ അംറുല്ലാഹ്, അള്ളാഹിൻ്റെ കൽപ്പന ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിനി അധികമൊന്നും സമയമല്ല, താമസമില്ല, അത് വരാതിരിക്കുകയുമില്ല. നിങ്ങളതിന് ധൃതി കൂട്ടേണ്ട. അള്ളാഹുവിൻ്റെ ശിക്ഷകൾക്ക്, അള്ളാഹുവിൻ്റെ സമയത്തിന്, ഖിയാമത്ത് നാൾ ഹിസാബിനൊക്കെ നിശ്ചിത സമയമുണ്ട്. അത് ആ സമയം എത്തുമ്പോൾ, ആ അവധി എത്തുമ്പോഴാണ് അത് സംഭവിക്കുക. അതിന് ധൃതി കൂട്ടേണ്ട ആവശ്യമില്ല. നിങ്ങൾ ധൃതി കൂട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ദോഷമല്ലാതെ മറ്റൊന്നും സംഭവിക്കാനും പോകുന്നില്ല. നമുക്ക് ഒന്നാമത്തെ ആയത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതാ അംറുല്ലാഹി ഫലാ തസ്തഅജിലൂഹു സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അതാ അംറുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഉത്തരവ്, അള്ളാഹുവിൻ്റെ വിധി, അതാ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഫലാ തസ്തഅജിലൂഹു, അതുകൊണ്ട് നിങ്ങൾ അതിന് ധൃതി കൂട്ടേണ്ട, ധൃതി കാണിക്കേണ്ട. എന്താ വരാത്തെന്ന് ചോദിച്ചു ഇറങ്ങാറാണ്ട. സുബ്ഹാനഹു, അള്ളാഹു തആല പരിശുദ്ധനാണ്, തആല അവൻ മഹോന്നതനായിരിക്കുന്നു, അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നവരിൽ നിന്നൊക്കെ. നിങ്ങൾ അള്ളാഹുവുമായി പങ്കാളികളെ സ്ഥാപിക്കുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ, അതിനൊക്കെ അള്ളാഹു തആല എത്രയോ പരിശുദ്ധനാണ്. അംറുല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശം അസ്സാഅ, ഖിയാമത്ത് നാളാണ് എന്നാണ് മിക്ക വ്യാഖ്യാതാക്കളും പറയുന്നത്. വേറെ അഭിപ്രായം അവിശ്വാസികളായ ആളുകൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ശിക്ഷയാണ് എന്നാണ്. മൂന്നാമതൊരു അഭിപ്രായം ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിഫല നടപടിയാണ് എന്നാണ്. ഏതായാലും സത്യത്തിൽ ഈ മൂന്ന് അഭിപ്രായം ഒരേ അർത്ഥത്തിൽ തന്നെയാണ് കലാശിക്കുന്നത്, അല്ലേ? വേറെയും പല സ്ഥലത്തും അല്ലാഹു തആല ഈ വിഷയം പറയുന്നുണ്ട്. വയസ്തഅജിലൂനക ബിൽഅദാബ് വലൗലാ അജ്റുൻ മുസമ്മൻ ലജാഅഹുമുൽ അദാബ് ലയഅതിയന്നഹും ബഗ്തതൻ വഹും ലാ യശ്ഉറൂൻ. സൂറത്തുൽ അൻകബൂത്ത് 53-54 ആയത്തുകളിൽ അവർ അങ്ങയുടെ ശിക്ഷ എവിടെയെന്ന് ധൃതി കൂട്ടി ചോദിക്കുകയാണ്. അവരോട് പറയണം അതിനൊരു അവധിയുണ്ട്, ആ അവധി ഇല്ലെങ്കിൽ ഇപ്പോഴേ സംഭവിക്കുമായിരുന്നു, ധൃതി കൂട്ടണ്ട. സൂറത്ത് ശൂറ 18 ഇതേപോലെയുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യസ്തഅജിലു ബിഹല്ലദീന ലാ യുഅ്മിനൂന ബിഹാ വല്ലദീന ആമനൂ മുശ്ഫിഖൂന മിൻഹാ വയഅലമൂന അന്നഹൽ ഹഖ്. അന്ത്യനാളിൽ വിശ്വസിക്കാത്ത ആളുകൾ ശിക്ഷ എവിടെയെന്ന് ചോദിച്ച് ധൃതി കൂട്ടുന്നു. വിശ്വസിച്ച ആളുകളാവട്ടെ അതിനെക്കുറിച്ച് പേടിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. പല സ്ഥലത്തും ഇത് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, അള്ളാഹുവിന് പങ്കുകാരെ സങ്കല്പിച്ചുണ്ടാക്കുന്നതിൽ നിന്നാണ് അവരുടെ ഈ ധൃതികൂട്ടലും നിഷേധവും എല്ലാം ഉടലെടുക്കുന്നത്. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് അവരുടെ ദൈവങ്ങൾ അവരെ തടയുമെന്ന് അവർ ധരിച്ചിട്ടുണ്ട്. ഈ സങ്കല്പവും ധാരണയും ശരിയല്ല. അള്ളാഹുവിന് പങ്കുകാർ ഉണ്ടാവുക എന്ന കാര്യം തന്നെ അസംഭവ്യമാണ്. അതിൽ നിന്നും എത്രയോ പരിശുദ്ധനും ഉന്നതനുമാണ് അള്ളാഹു തആല. നമുക്ക് രണ്ടാമത്തെ ആയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി അലാ മൻ യശാഉ മിൻ ഇബാദിഹി അൻ അൻദിറൂ അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ. യുനസ്സിലു, അല്ലാഹു തആല ഇറക്കുന്നു, അൽ മലായികത, മലക്കുകളെ ഇറക്കുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകളെ അയക്കുന്നു. ബിർറൂഹി മിൻ അംരിഹി, അള്ളാഹുവിൻ്റെ വേണ്ടുകയോടുകൂടെ, അള്ളാഹുവിൻ്റെ വേണ്ടുകയോടുകൂടെ മലായിക്കത്തിനെ അവൻ ഇറക്കുന്നു. അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അള്ളാഹു ഉദ്ദേശിക്കുന്ന
അടിമകളുടെ മേൽ, അലാ മൻ യശാ അവൻ ഉദ്ദേശിക്കുന്നവരുടെ മേൽ, മിൻ ഇബാദിഹി അവൻ്റെ അടിമകളിൽ നിന്ന്. എന്തു പറഞ്ഞിട്ടാണ് മലായിക്കത്തിനെ അയക്കുന്നത്? അൻ അന്തിറു, നിങ്ങൾ താക്കീത് ചെയ്യണമെന്ന സന്ദേശം നൽകി. നിങ്ങൾ താക്കീത് ചെയ്യണമെന്ന സന്ദേശവുമായി മലക്കുകൾ അയക്കുന്നു. എന്താണ് താക്കീത് ചെയ്യേണ്ടത്? അന്നഹു, തീർച്ചയായും കാര്യം, ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഒരു ആരാധ്യനില്ല, ഫത്തഖൂൻ, അതുകൊണ്ട് എന്നെ സൂക്ഷിച്ച് ജീവിക്കണം എന്ന സന്ദേശവുമായി. ഇപ്പം എന്താണ് ആയത്തിൻ്റെ അർത്ഥം? ഞാനല്ലാതെ ഒരു ആരാധ്യനുമില്ല, അതുകൊണ്ട് എന്നെ സൂക്ഷിച്ച് ജീവിക്കണം, എന്നെ ഭയപ്പെടണം എന്ന് മനുഷ്യരെ താക്കീത് ചെയ്യുക എന്ന സന്ദേശവുമായി അടിമകളിൽ താൻ ഉദ്ദേശിക്കുന്നവരിലേക്ക് സ്വോദ്ദേശ്യം വേണ്ടുകയോടുകൂടി അള്ളാഹു മലക്കുകൾ അയക്കുന്നു. മിൻ അംരിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തോടുകൂടെ, അള്ളാഹുവിൻ്റെ വേണ്ടുകയോടുകൂടെ. അൻ അന്തിറു, താക്കീത് ചെയ്യണമെന്ന സന്ദേശവുമായി. റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ്, ജീവൻ എന്നൊക്കെയാണ് ശരിക്ക് ഭാഷാർത്ഥം. ഇവിടെ ഉദ്ദേശം വഹ്യ് എന്നാണ്. യുനസ്സുൽ മലായിക്കത്ത ബിർറൂഹി, അള്ളാഹുവിൻ്റെ സന്ദേശവുമായി മലായിക്കത്തിന് അയക്കുന്നു. മിൻ അംരിഹി, അള്ളാഹുവിൻ്റെ വേണ്ടുകയോടുകൂടി, അള്ളാഹുവിൻ്റെ ഉദ്ദേശപ്രകാരം. റൂഹ് എന്ന് പറഞ്ഞാൽ ആത്മാവ്, ജീവൻ. ഇവിടെ ഉദ്ദേശം എന്താണ്? വഹ്യ്. ആ സന്ദേശവുമായി മലായിക്കത്തിന് അയക്കുന്നു. ശരിക്കും വഹ്യാണല്ലോ മനുഷ്യൻ്റെ ആത്മാക്കൾക്ക്, ഹൃദയങ്ങൾക്ക് ജീവസ്സും ചൈതന്യമൊക്കെ നൽകുന്നത്. പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും 40-ാം അധ്യായം 15-ലും 42-ാം അധ്യായം 52-ലുമൊക്കെ ഈ ഒരു അർത്ഥത്തിൽ, സന്ദേശം എന്ന അർത്ഥത്തിൽ, വഹി എന്ന അർത്ഥത്തിൽ അല്ലാഹു തആല റൂഹ് പ്രയോഗിച്ചിട്ടുണ്ട്. കാരണം മനുഷ്യൻ്റെ ഹൃദയത്തിന് ആത്മാവ് കൊടുക്കുന്നത്, ജീവൻ കൊടുക്കുന്നത് വഹിയാണ്. അപ്പോൾ അതാണ് ബിർറൂഹി, റൂഹ് എന്നതിന് പറയാൻ കാരണം. റൂഹ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആത്മാവ് എന്നാണ് അർത്ഥം. ഇവിടെ ഉദ്ദേശം എന്താണ്? വഹി എന്നർത്ഥം. അപ്പോൾ അള്ളാഹുവിൻ്റെ വഹിയുമായി, യുനസ്സുൽ മലായിക്കത്ത് ബിർറൂഹി എന്ന് പറഞ്ഞാൽ അർത്ഥം അള്ളാഹുവിൻ്റെ വഹിയുമായി മലായിക്കത്ത് ഇറക്കുന്നു, അള്ളാഹുവിൻ്റെ സന്ദേശവുമായി ഇറക്കുന്നു. മലക്കുകൾ മുഖേന മാത്രമേ പ്രവാചകന്മാർക്ക് വഹി നൽകാറുള്ളൂ എന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കരുത്. കാരണം വഹീന് വേറെയും ഇനങ്ങളും രൂപങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇനി സൂറത്ത് ശൂറ 51-ൽ ആവശ്യം വരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ കാന ലിബശരിൻ അൻ യുകല്ലിമുഹു അല്ലാഹു ഇല്ലാ വഹ്യൻ ഔ മിൻ വറാഇ ഹിജാബിൻ ഔ യുർസില റസൂലൻ ഫയൂഹി ബിഇദ്നിഹി മാ യശാഉ ഇന്നഹു അലിയ്യുൻ ഹകീം. അതായത് ദിവ്യബോധനമായോ ഒരു മറയുടെ പിന്നിലായോ ഒരു ദൂതനെ അയച്ചോ, അങ്ങനെ അവൻ ഉദ്ദേശിക്കുന്നത് ആ ദൂതന് വഹി നൽകപ്പെടും. ഇങ്ങനെയാണ് അള്ളാഹു സന്ദേശം നൽകുക. അല്ലാതെ ഒരു മനുഷ്യനോട് നേരിട്ട് സംസാരിക്കുന്ന പതിവില്ല. മുശ്രിക്കുകൾ, മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹി സന്ദേശം ലഭിക്കുന്നുണ്ട് എന്നത് നിഷേധിച്ചു. എന്താ നിഷേധിക്കാൻ കാരണം എന്നറിയോ? വഹിയുമായി അള്ളാഹു വരുന്നത് ഞങ്ങൾ കാണുന്നില്ല, അള്ളാഹു നിങ്ങൾക്ക് വഹി തരുന്നുണ്ടെന്ന് ഞങ്ങൾ കാണില്ല. ഇതാണ് അവരുടെ വാദം. അപ്പോൾ അള്ളാഹു തആല മനസ്സിലാക്കി കൊടുക്കുകയാണ്, ഒരു വ്യക്തിയുമായി നേരിട്ട് സംസാരിക്കുന്നില്ല പതിവ് അള്ളാഹുവിനില്ല, അത് അസംഭവ്യമാണ്. മൂന്നാലൊരു രീതിയിലെ വഹി അള്ളാഹു തആല കൈമാറൂ. ഒന്ന്, മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്വപ്ന ദർശനം ഉണ്ടാവുക. 2, മറയുടെ പിന്നിൽ നിന്ന് അള്ളാഹുവിൻ്റെ സംസാരം കേൾക്കുക. 3, മലക്കിനെ സന്ദേശവുമായി മനുഷ്യവേഷത്തിലോ മറ്റോ റസൂലിൻ്റെ അടുത്തേക്ക് അയക്കുക. ആ മലക്ക് ആ റസൂലിന് സന്ദേശം കൈമാറും. ഈ മൂന്നാലൊരു രീതിയിലെ മനുഷ്യനുമായി അള്ളാഹു തആല ആശയവിനിമയം നടത്താറുള്ളൂ. അപ്പോൾ റൂഹ് എന്ന് പറഞ്ഞാൽ വഹിയാണെന്ന് ഉദ്ദേശം മനസ്സിലായല്ലോ. അലാ മൻ യശാഉ മിൻ ഇബാദി, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് വഹി ഇങ്ങനെ മലായിക്കത്ത് മുഖേന അള്ളാഹു തആല നൽകുക. അള്ളാഹു ഉദ്ദേശിക്കുന്ന ആൾക്ക്. അപ്പോൾ ഈ നുബുവത്ത് എന്ന് പറഞ്ഞത്, പ്രവാചകത്വം അല്ലെങ്കിൽ വഹി ലഭിക്കുക എന്നൊക്കെ പറഞ്ഞത് ആരുടെയും യോഗ്യത കൊണ്ടോ അല്ലെങ്കിൽ പരിശ്രമം കൊണ്ടോ കിട്ടുന്ന ഒരു നേട്ടമല്ല. അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ലഭിക്കുന്ന പദവിയാണ്. അതാണ് ആ പദം സൂചിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രവാചകന്മാരുടെ നിയോഗം അവരിലേക്ക് ദിവ്യ സന്ദേശങ്ങളുമായി മലക്കുകൾ അയക്കുക, വിശിഷ്യ നിങ്ങളിലേക്ക് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാർഗദർശകനായി നിശ്ചയിച്ചത്, ഖുർആനിൻ്റെ അവതരണം, ഈ കാര്യങ്ങളൊന്നും നിരർത്ഥകമായോ അനാസൂത്രിതമായോ സംഭവിക്കുന്നതല്ല. വളരെ വ്യവസ്ഥാപിതമായി ഉദ്ദേശപൂർവമായി അള്ളാഹു സ്വോദ്ദേശം നടത്തുന്ന സംഗതി തന്നെയാണ്, സംവിധാനിച്ച വിഷയങ്ങളാണ്, റബ്ബ് നിർവഹിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് നിഷേധിക്കുക എന്ന വഴി നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾ അനുസരണത്തിൻ്റെ പാതയിലേക്ക് വരണം. ഇതാണ് അള്ളാഹു തആല പറയുന്നത്. ഇനി നമുക്ക് 3-ാമത്തെ ആയത്തിലേക്ക് കടക്കാം. അള്ളാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന് തുടങ്ങി കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞ വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങൾക്ക് ചില ദൃഷ്ടാന്തങ്ങൾ വിവരിക്കുകയാണ് ഇനി അള്ളാഹു തആല. ആകാശങ്ങളും ഭൂമിയും പടച്ചുണ്ടാക്കിയത്, മനുഷ്യനെ സൃഷ്ടിച്ചത്, വ്യവസ്ഥാപിതമായി അതെല്ലാം നിയന്ത്രിച്ചു പോരുന്നതൊക്കെ മഹാനായ മഹശക്തിയായ അള്ളാഹുവാണ്. എന്നിരിക്കെ ആ അള്ളാഹുവിൻ്റെ അധികാരങ്ങളിലും അവകാശങ്ങളിലും അള്ളാഹുവിന് പങ്കാളികളെ നിശ്ചയിക്കുന്നത്, സമന്മാരെ ഉണ്ടാക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിൽ നിന്നൊക്കെയോ പരിശുദ്ധനാണ് അള്ളാഹു തആല. അങ്ങനെ പങ്കാളികളെ നിശ്ചയിക്കുന്നത് അള്ളാഹുവിനുള്ള ധിക്കാരവും നന്ദികേടുമാണ്.
നോക്കൂ മൂന്നാമത്തെ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ് തആല അമ്മാ യുശ്രികൂൻ. ഖലഖ അവനാണ് പടച്ചത്, അസ്സമാവാതി ആകാശങ്ങളെ, വൽ അർള ഭൂമിയെ, ബിൽ ഹഖ് സത്യസന്ധമായി, കാര്യബോധത്തോടു കൂടെ, സാർത്ഥകമായി, യാഥാർത്ഥ്യവുമായി പടച്ചതാണ്, വെറുതെ പടച്ചതല്ല. തആല അമ്മാ യുശ്രികൂൻ അവർ പങ്കു ചേർക്കുന്നതിനൊക്കെ അല്ലാഹു തആല എത്രയോ മഹോന്നതനത്രേ. ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ് ഭുവനവാനങ്ങൾ സത്യസന്ധമായാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നത്. ശരി, ഇനി നമുക്ക് നാലാമത്തെ ആയത്തിലേക്ക് കിടക്കാം. സർവശക്തനായ അള്ളാഹുവിൻ്റെ മാർഗം തള്ളിക്കളയുന്ന ആളുടെ അവസ്ഥ എത്ര വിചിത്രമാണ്, പരിതാപകരമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? വളരെ നിസ്സാരമായ ഒരു നുത്ഫയിൽ നിന്ന്, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ഈ മനുഷ്യനെ സൃഷ്ടിച്ച് വളർത്തിക്കൊണ്ടുവരുന്നതും ശരിയായ രീതിയിൽ അവനെ പരിപാലിക്കുന്നതും അള്ളാഹുവാണ്. എന്നിട്ട് അവനോട് നന്ദിയും കൂറുമില്ലാതെ അവനെ ധിക്കരിക്കുകയും അവന് പങ്കുകാരെ സ്ഥാപിക്കുകയും ഒക്കെയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. ഇത് വിരോധാഭാസമല്ലേ? പോരാത്തതിന് വിശ്വാസകാര്യങ്ങളിലും ദൈവിക കൽപ്പനകളിലുമൊക്കെ മനുഷ്യൻ തർക്കിക്കുകയാണ്. എന്താ അങ്ങനെ, എന്താ ഇങ്ങനെ എന്ന് ചോദിച്ച് തർക്കിക്കുകയാണ്. ഇതും വിരോധാഭാസമല്ലേ? ഇതെന്തൊരു മൗഢ്യമാണ്, എന്തൊരു ബുദ്ധിശൂന്യതയാണിത്, അല്ലേ? എന്തൊരു അഹങ്കാരമാണിത്. അല്ലാഹു തആല പറയുന്നു, നോക്കൂ നാലാമത്തെ ആയത്തിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖലഖൽ ഇൻസാന മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. ഖലഖൽ ഇൻസാൻ അല്ലാഹു തആല മനുഷ്യനെ പടച്ചു, മിൻ നുത്ഫ ഇന്ദ്രിയ കണത്തിൽ നിന്ന്, ഒരു ഇന്ദ്രിയ കണത്തിൽ നിന്ന്. എന്നിട്ട് ഫഇദാ ഹുവ എന്നിട്ട് അവൻ ഖസീമുൻ താർക്കികനാവുകയാണ്, തർക്കിക്കുന്നവനാകുകയാണ്, മുബീൻ വ്യക്തമായ സ്പഷ്ടമായ താർക്കികനാകുകയാണ് അവൻ. അവനൊരു നുത്ഫയിൽ നിന്നാണ് പഠിച്ചത് എന്ന കാര്യം ചിന്തിച്ചാൽ തന്നെ താർക്കിക്കാൻ ഒന്നുമില്ല എന്നവന് മനസ്സിലാവും. സുബ്ഹാനല്ലാഹ്. അഞ്ചാമത്തെയും ആറാമത്തെയും ആയത്തുകൾ നോക്കാം. അള്ളാഹുവിൻ്റെ ഏകത്വം, അള്ളാഹുവിൻ്റെ മഹത്വം, അള്ളാഹു നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഇനി പറയുന്നത്. മനുഷ്യൻ്റെ ഉപയോഗത്തിന് വേണ്ടി കാലികളെ സൃഷ്ടിച്ചു എന്നതാണ് ആദ്യം പറയുന്ന വിഷയം. നിത്യാവശ്യങ്ങളായ പല കാര്യങ്ങൾക്കും കാലികളെ മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആനിൻ്റെ ഒന്നാം അഭിസംബോധിതരായ അന്നത്തെ അറബികളുടെ സുപ്രധാനമായൊരു തൊഴിൽ കാലി വളർത്തലായിരുന്നു. യാത്ര ചെയ്യാനും ചരക്കുകൾ ദൂരദിക്കുകളിലേക്ക് എത്തിക്കാനും സാർവത്രികമായി അന്ന് ഉപയോഗിച്ചിരുന്നത് വിവിധ തരം മൃഗങ്ങളെയായിരുന്നു, കാലികളെയായിരുന്നു. വ്യത്യസ്ത തരം കമ്പിളികൾ, വ്യത്യസ്ത തരം വസ്ത്രങ്ങൾ ഉണ്ടാക്കാനുള്ള കമ്പിളികൾ ലഭിച്ചത് ഈ മൃഗങ്ങളുടെ തോലിൽ നിന്നും മറ്റുമൊക്കെയായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ അനുഗ്രഹം അല്ലാഹു തആല സൂചിപ്പിക്കുന്നത്. ആട്, മാട്, ഒട്ടകങ്ങൾ ഇവയുടെ രോമം കൊണ്ട് എന്തെല്ലാം ഉപയോഗങ്ങളാണല്ലേ. വിവിധതരം വസ്ത്രങ്ങൾ ഉണ്ടാക്കാം, തണുപ്പ് കാലങ്ങൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ. അതേപോലെ ലോകത്തിൻ്റെ മിക്ക സ്ഥലങ്ങളിലും ഇത്തരം വസ്ത്രങ്ങളില്ലാത്ത തണുപ്പ് കാലത്ത് ജീവിക്കാൻ തന്നെ കഴിയില്ല. അതിനു പുറമെ ചെരുപ്പ്, വെള്ളത്തിൻ്റെ പാത്രം, ഇങ്ങനെ പല സാധനങ്ങളും ഈ മൃഗങ്ങളുടെ തോല് ഉപയോഗിച്ച് ഉണ്ടാക്കാറുണ്ട്. അതുപോലെ മൃഗങ്ങളുടെ കൊമ്പും എല്ലുമൊക്കെ മറ്റു പല സംഗതികൾക്കും ഉപയോഗിക്കാറുണ്ട്. കാഷ്ടവും മൂത്രവും പോലും വളമായി ഉപയോഗിക്കാറുണ്ട്, അല്ലേ? അതുപോലെ തന്നെ ചില മൃഗങ്ങളെ നിലം ഉഴാനും വെള്ളം തേവാനും ഉപയോഗിക്കാറുണ്ട്. പിന്നെ മാംസം, പാല്, നെയ്യ്, ഇങ്ങനെ വിശിഷ്ടമായ ആഹാരങ്ങൾ മൃഗങ്ങളിൽ നമുക്ക് കിട്ടാറുണ്ട്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന വളരെ വിശേഷപ്പെട്ട ഭക്ഷണമാണല്ലോ പാലും നെയ്യും ഇറച്ചിയൊക്കെ. മാത്രമല്ല ഈ മൃഗങ്ങൾ ഇതിങ്ങനെ കൂട്ടം കൂട്ടമായി രാവിലെ അതിങ്ങനെ പോകുമ്പോൾ അതിൻ്റെ പോക്കുവരവുകൾ, രാവിലെ ആലകളിൽ നിന്ന് മേച്ചിൽ സ്ഥലത്തേക്കുള്ള പോക്ക്, വൈകുന്നേരം മേച്ചിൽ സ്ഥലങ്ങളിൽ നിന്ന് ആലയിലേക്ക് തിരിച്ചു വരവ്, ഇതൊക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണ്, കൗതുകകരമാണ്, അല്ലേ? ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി അള്ളാഹു നന്ദി കാണിക്കണം എന്നാണ് റബ്ബ് പറയുന്നത്. നോക്കാം 5-6 ആയത്തുകൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അൻആമു ഖലഖഹാ ലക്കും ഫീഹാ ദിഫ്ഉൻ വമനാഫിഉ വമിൻഹാ തഅകുലൂൻ വലക്കും ഫീഹാ ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ. വൽ അൻആം കാലികളെയും ഖലഖഹ അവൻ പടച്ചു, മൃഗങ്ങളെയും അവനാണ് നിങ്ങൾക്ക് പടച്ചു തന്നത്. അൻആം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ, കാലികൾ. ലക്കും നിങ്ങൾക്കുണ്ട്, ഫീഹ ആ മൃഗങ്ങളിൽ ദിഫ്ഉൻ ചൂടേൽക്കാനുള്ള കമ്പിളിയുണ്ട്, വമനാഫിഉ മറ്റു ഉപകാരങ്ങളുമുണ്ട്, വമിൻഹ ആ മൃഗങ്ങളിൽ നിന്ന് തഅകുലൂൻ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യുന്നു. അവ കാലികളെയും അവൻ പടച്ചു. ചൂടേൽക്കാനുള്ള കമ്പിളിയും മറ്റു ഉപകാരങ്ങളും നിങ്ങൾക്ക് അവയിൽ നിന്ന് കിട്ടും, അവയിൽ നിന്ന് തന്നെ നിങ്ങൾ ആഹരിക്കുകയും ചെയ്യുന്നു. ദിഫ് എന്ന് പറഞ്ഞാൽ ചൂടേൽക്കാനുള്ള കമ്പിളി എന്നർത്ഥം. വലക്കും ഫീഹ നിങ്ങൾക്ക് ആ മൃഗങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്, ജമാലുൻ ഒരു ഭംഗി, കൗതുകം നിങ്ങൾക്കുണ്ട്. എപ്പോ? ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ
സന്ധ്യക്ക് ആലയിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോഴും രാവിലെ മേച്ചിൽ സ്ഥലത്തേക്ക് അതിനെ തെളിച്ചു കൊണ്ടുപോകുമ്പോഴും നിങ്ങൾക്കവയിൽ കൗതുകം ജനിക്കുന്നുണ്ട്. വലക്കും ഫിഹാ ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ. ഹീന തുരീഹൂന എന്ന് പറഞ്ഞാൽ സന്ധ്യാസമയത്ത് ആലയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരുമ്പോഴും വഹീന തസ്റഹൂൻ പ്രഭാതത്തിൽ മേച്ചിൽ സ്ഥലത്തേക്ക് തെളിച്ചു കൊണ്ടുപോകുമ്പോഴും നിങ്ങൾക്കവയിൽ കൗതുകം ജനിക്കുന്നുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നർത്ഥം. കാലികൾ മുഖേന കിട്ടുന്ന 5 ഉപകാരങ്ങളാണ് ഇവിടെ അല്ലാഹു തആല പറയുന്നത്. 4 ഈ 5ഉം 6ഉം ആയത്തുകളിൽ പറഞ്ഞു. 5ാമത്തെ ഉപകാരം ഇനി 7ാമത്തെ ആയത്തിലാണ്, അടുത്ത പേജിൽ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇവിടെ പറഞ്ഞ 4 കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1, ലകും ഫിഹാ ദിഫ്ഉൻ വ മനാഫിഉ. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ചൂട് നൽകുന്ന വസ്ത്രങ്ങൾ കാലികളിൽ നിന്ന് ലഭിക്കുന്നു. രോമം കൊണ്ടും മറ്റൊക്കെ ഒരുപാട് വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നില്ലേ, പുതപ്പ്, തമ്പ്, ചെരുപ്പ്, ഇതൊക്കെ ഉദാഹരണം. 2ാമത്തെ നിഅമത്ത് ഒമിൻഹാ തഅക്കുലൂൻ. നിങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള ആഹാരവും നിങ്ങൾക്ക് ഇറച്ചിയും നിങ്ങൾക്കറിയാം, പാല്, നെയ്യൊക്കെ അതിൽ നിന്ന് കിട്ടുന്നു അല്ലേ, നല്ല ടേസ്റ്റിൽ ഇറച്ചി, മാഷാ അല്ലാഹ്. പിന്നെ 3ാമത്തെ അനുഗ്രഹം കുടിക്കാൻ നിങ്ങൾക്ക് പോഷകസമൃദ്ധമായ പാല്, അതേപോലെ പ്രധാന വരുമാനകമായ അതിൻ്റെ കുട്ടികൾ, ഇങ്ങനെ പല ഉപകാരങ്ങളും മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മൃഗങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെ കുട്ടികൾ ഇവർക്ക് വലിയ വരുമാന മാർഗ്ഗമാണ്. അതേപോലെ പാല്, ഇതാണ് 3ാമത്തെ അനുഗ്രഹം. പിന്നെ 4ാമത്തെ അനുഗ്രഹം വലക്കും ഫിഹാ ജമാലുൻ ഹീന തുരീഹൂന വഹീന തസ്റഹൂൻ. കാലികളുടെ പോക്ക് വരവിലെ ചന്തവും അഴകും കൗതുകവും. രാവിലെ ആലയിൽ നിന്ന് മെച്ചിൽ സ്ഥലങ്ങൾക്ക് പോക്ക്, തിരിച്ച് വിശ്രമിക്കാൻ ഉള്ള വരവ് കാണാൻ തന്നെ എന്ത് രസമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ഉടമസ്ഥർക്ക് അതിങ്ങനെ കാണുമ്പോൾ എന്തൊരു രസമായിരിക്കും. മാഷാ അല്ലാഹ്, ഇതൊക്കെ എൻ്റെ നിയമത്താണ്, ഇതൊക്കെ സമ്പത്താണ്. അങ്ങനെ വരുമ്പോഴും പോകുമ്പോഴും അല്ലേ, നോക്കി നിൽക്കാൻ രസമാണ്. കണ്ടിട്ടില്ലേ നിങ്ങൾ ആട്ടും കൂട്ടൊക്കെ ഒന്നിച്ച് പോകുമ്പോൾ, അല്ലെങ്കിൽ പശുക്കളുടെ കൂട്ടം ഒന്നിച്ച് പോകുമ്പോൾ, ആ ഒട്ടകത്തിൻ്റെ കൂട്ടം ഒന്നിച്ച് നടക്കുമ്പോൾ കാണാൻ രസമാണ്. ഇതൊക്കെ ഇപ്പം ഇങ്ങനെ ഈ എടുത്തു പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. ഇതിപ്പോൾ 5ാമത്തെ വിഷയം ഉണ്ടല്ലോ, പോക്കും വരവും വരെയുള്ളൊരു ഭംഗി, അതൊക്കെ ഇപ്പോൾ എടുത്തു പറയാൻ മാത്രമല്ല ഞാനത്താണോ എന്ന് വെച്ചാൽ ആൾക്കാർക്ക് തോന്നുന്നുണ്ടാവും. അതങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെയാണ് എന്നാണ് അല്ലാഹു തആല പറയുന്നത്. കാരണം എത്രയോ ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് ഇത്തരം മൃഗങ്ങളെ വലിയ വില കൊടുത്ത് വാങ്ങിയിട്ട് വളർത്തി അതിനെ പരിപാലിച്ച് അത് തന്നെ വലിയ ബിസിനസ്സായി കൊണ്ടു നടക്കുന്ന ആളുകൾ അല്ലേ. 1000 ഒട്ടകമുള്ള ആളുകൾ 2000 ആക്കാനും 10000 ഒട്ടകമുള്ള ആളുകൾ പിന്നെ അത് ലക്ഷക്കണക്കിന് രൂപയുടെ കാലി വ്യവസായം ആക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ വ്യവസായം നടത്തുന്ന ആളുകൾ ഇന്നുണ്ട്. അത് വ്യവസായം വർദ്ധിപ്പിക്കാൻ രാപ്പകൽ അധ്വാനിക്കുവാനും അവർ ചെയ്യുന്നുണ്ട്. ഇത് വലിയൊരു പ്രയോജനം തന്നെയല്ലേ. ഒരുപാട് ഇത് കാണാനുള്ള മോടിയും കൗതുകവും അതിങ്ങനെ വളർത്തി അതിനിങ്ങനെ കണ്ട് രസിക്കുന്നതും ഇഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ ആൾക്കാർ ഇത്രയും വലിയ ബിസിനസ്സായി ഇങ്ങനെ കൊണ്ടു നടക്കുന്നത് അല്ലേ. ചില മൃഗങ്ങളുടെ അഴക്, മോടി, ഇതൊക്കെ കണ്ടിരിക്കാൻ രസമാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല അത് പ്രത്യേകം നിയമത്തായി എടുത്തു പറഞ്ഞത്. അല്ലാതെ അപ്പോൾ കാലികളെ വളർത്തുന്നത് വെറും തിന്നാനോ അല്ലെങ്കിൽ മറ്റോ പാലിനോ ഒക്കെ ആയിരുന്നുവെങ്കിൽ, അതായിരുന്നു കാലി വളർത്തുന്ന ലക്ഷ്യമെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെ പരിമിതമായ രീതിയിൽ മാത്രം അത് വളർത്തുമായിരുന്നു. അങ്ങനെയല്ലല്ലോ, അതിലപ്പുറമൊന്നും ആരും മെനക്കെടൂല. അങ്ങനെയല്ലെന്ന് നടക്കുന്നത്. അത് തന്നെ വലിയ ബിസിനസ്സായി ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ്സായി കൊണ്ടു നടക്കാൻ ശ്രമിക്കുകയാണ് ആളുകൾ. അപ്പോൾ എന്നൊക്കെ മനസ്സിലാക്കുക. ഈ അവസാനം പറഞ്ഞ നിയമത്തിൽ തന്നെ വലിയ വിഷയമാണ്. ഇൻഷാ അല്ലാഹ് ഇത്രയുമാണ് ഇന്നത്തെ പേജിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണം തമ്പുരാനെ. ആഖിറത്തിലേക്ക് അല്ലാഹ് എല്ലാ പ്രതിഫലവും നൽകണം തമ്പുരാനെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على خير خلق سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.